ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വലിയവനായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ പോകുക എന്നുള്ളത്. അതിന് അറിയുന്ന വചനങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും മുമ്പോട്ട് നീങ്ങുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് കർത്താവിനോടുകൂടെ പോകുവാൻ സഭ മാറണോ വേണ്ടായോ എന്നുള്ളത് അനേകരുടെ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്. വേണ്ട എന്നും വേണമെന്നും ഉള്ള വലിയ തർക്കങ്ങൾ അനേകരുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ വരവിൽ നാം കർത്താവിനോടുകൂടെ പോകണമെങ്കിൽ അതിന് എന്താണ് ദൈവത്തിൻ്റെ വചനത്തിലെ വ്യവസ്ഥ എന്ന് നിങ്ങളുമായി പങ്കിടുവാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രേരണ തന്ന് ഈ ഒരു വീഡിയോ ചെയ്യുവാനിടയായിത്തീരുന്നത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന്. കർത്താവ് സഭയെ പണിത് നിർത്തുന്നത് കർത്താവിന് സഭയെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ സഭയിൽ നാം ആയിരിക്കണം. അപ്പോൾ ചിന്താകുലം ഏതാ എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ സഭ ഏതാണ് എന്നുള്ളതാണ്. കർത്താവിൻ്റെ സഭ ഏതാണെന്ന് ദൈവവചന അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിക്കുവാൻ ഇന്ന് നമുക്ക് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലേക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ സഭ ഈ ഭൂമിയിലുള്ളപ്പോൾ തന്നെ കർത്താവിൻ്റെ സഭയിൽ അംഗങ്ങളാകാതെ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടാതിരിക്കുവാൻ പിശാച് അതിൻ്റെ തന്ത്രങ്ങൾ ഒരുക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ യഹൂദരെന്ന് പറയുന്നു എങ്കിലും സാത്താൻ്റെ പള്ളിക്കാരായവർ എന്ന കർത്താവ് അവിടെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ദൈവ സഭയല്ലാത്തത് സാത്താന്യ സഭയായി മാറും. നമുക്ക് കർത്താവ് വരുമ്പം പോകാൻ ദൈവസഭയിൽ നമ്മളായിരിക്കണം. സഭയെയാണ് കർത്താവ് ചേർക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സഭയിൽ നാം ആയിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ സഭ ഏതാണെന്ന് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയണം. ഒന്നാമതായി 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ സഭയിൽ ഒന്നാമതായി അപ്പോസ്തലൻ, രണ്ടാമതായി പ്രവാചകൻ, ഇങ്ങനെ 5 തരം ശുശ്രൂഷകരെ ദൈവം സഭയിൽ ആക്കിയിരിക്കുന്നു എന്ന്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യവും എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ ഈ ഭാഗം അവിടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയേണ്ടുന്നത്, നാം ഇപ്പോൾ കൂടി വരുന്ന സഭ അപ്പോസ്തോലനാണോ ഒന്നാമതായി ദൈവമാക്കിയിരിക്കുന്നത്, ചേർന്ന് രണ്ടാമതായി നാം കൂടി വരുന്ന സഭയിൽ പ്രവാചകനുണ്ടോ ഇല്ലെങ്കിൽ പ്രവാചകിയുണ്ടോ എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഈ 5 തരം ശുശ്രൂഷകർ നമ്മളുടെ ഉൾക്കൊള്ളുന്ന സഭയ്ക്കകത്തുണ്ടോ എന്നുള്ളത് നാം വളരെ ശ്രദ്ധിക്കണം. അനവധി ശുശ്രൂഷ വൃന്ദങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന സഭകൾ പലതുമുണ്ട്. അപ്പം അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് പുരോഹിതന്മാരുള്ള സഭകൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ശുശ്രൂഷ പഴയ നിയമ ശുശ്രൂഷയിലായിരുന്നു ദൈവമാക്കിയിരുന്നത്. ശരിയാണ്, ദൈവമാക്കിയിരുന്ന ശുശ്രൂഷയാണ് പുരോഹിത ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്നാൽ അത് കർത്താവിൻ്റെ കാലം കൊണ്ട് അല്ലെങ്കിൽ യോഹന്നാൻ ശ്രാവകൻ്റെ കാലം കൊണ്ട് അവസാനിച്ചു എന്ന ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിലും എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലും വളരെ വ്യക്തമായി ഓർപ്പിച്ചിട്ടുണ്ട്. കാരണം
പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ലേവി ഗോത്രത്തിലുള്ളവരാണ്. ലേവി ഗോത്രത്തിൽ പെടാത്ത ഒരാൾ ഈ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്താൽ ആ ആളിനെ കൊന്നുകളയണം എന്നാണ് സംഖ്യാപുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പൗരോഹിത്യ ശുശ്രൂഷ ഒന്ന് ലേവി ഗോത്രത്തിനെ പറ്റുകയുള്ളായിരുന്നു, രണ്ട് ആ പഴയ നിയമകാലം അവസാനിച്ചു. പുതിയ നിയമം പഴയ നിയമ ശുശ്രൂഷകരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് എബ്രായ ലേഖനത്തിൽ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. എബ്രായ ലേഖനം പൗലോസാണ് എഴുതിയതെന്നുള്ള വിശ്വാസത്തിൽ ഓർപ്പിക്കുകയാണ്. കാരണം ലേവി ഗോത്രത്തിലാണ് പൗരോഹിത്യം കൊടുത്തതെങ്കിൽ നമ്മുടെ കർത്താവ് യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചത്. ആ ഗോത്രത്തെക്കുറിച്ച് പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും മോശ കൽപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് നാം ചതിക്കപ്പെടാതിരിക്കുവാൻ കർത്താവ് സഭയിലാക്കിയ അപ്പോസ്തോലനും പ്രവാചകനും ഇടയന് ഉപദേഷ്ടാവ് സുവിശേഷകൻ ഈ വൃന്ദങ്ങളുള്ള സഭയാണോ നമ്മുടെ സഭ, അല്ലെങ്കിൽ നാം സഭ മാറി കർത്താവാക്യ ശുശ്രൂഷകരുള്ള സഭയിലേക്ക് നാം മാറണം. എന്തിനു വേണ്ടി? കർത്താവിൻ്റെ വരവിൽ പോകാൻ വേണ്ടി. രണ്ടാമത്, കർത്താവിൻ്റെ സഭയാണോ എന്ന് നാം ദൈവജനത്തിൽ പരിശോധിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: നിങ്ങൾ കൂടി വരുമ്പോൾ, അതായത് സഭ കൂടി വരുമ്പോൾ ഉപദേശമുണ്ട്, സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, അപ്പോൾ തന്നെ വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. ഒരു സഭയുടെ അകത്തെ, കർത്താവിൻ്റെ സഭയ്ക്കകത്തെ ശുശ്രൂഷകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. താങ്കൾ ഉൾക്കൊള്ളുന്ന സഭയിൽ ഈ പറയുന്ന നിലവാരത്തിൽ ഉള്ള ശുശ്രൂഷകൾ, ആത്മീക ശുശ്രൂഷകൾ അതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കർത്താവിൻ്റെ സഭയാണ്. അല്ലെങ്കിൽ അത് കർത്താവിൻ്റെ സഭയല്ല. കാരണം പിശാച് തന്ത്രശാലിയായി നമ്മളെ ചതിയിൽ അകപ്പെടുത്തി കർത്താവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടാതിരിക്കുവാൻ തന്ത്രത്തിൽ കുടുക്കുകയാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. മൂന്നാമതായി അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു: രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന്. അപ്പോൾ കർത്താവിൻ്റെ സഭയ്ക്കകത്ത് കർത്താവ് ചേർക്കുന്നത് രക്ഷിക്കപ്പെടുന്നവരെയാണ്. അപ്പോസ്തല പ്രവൃത്തി 2:37 മുതൽ വായിക്കുമ്പോൾ ഒന്നാമത് മാനസാന്തരപ്പെടണം, യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് പ്രാപിക്കണം. അപ്പോൾ തന്നെ ഈ ഒരു വേർപാട് അവർക്കുണ്ടാകണം. അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേൾക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഒരാൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചും കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഏത് തരത്തിൽ ജീവിക്കണമെന്നുള്ളതിനെക്കുറിച്ചും പഠിപ്പിക്കുന്ന ഉപദേശമാണ് അപ്പോസ്തോലിക ഉപദേശം. അപ്പോൾ നാം ഉൾക്കൊള്ളുന്ന സഭയിൽ അപ്പോസ്തോലിക ഉപദേശം നാം കേൾക്കണമെങ്കിൽ പൗരോഹിത്യ ഉപദേശത്തിൽ നിന്നാൽ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ പഠിപ്പിക്കുന്നത് മരണശേഷം പ്രാർത്ഥനകളിലൂടെയോ ഇല്ലെങ്കിൽ ചില ക്രിയകളിലൂടെയോ മരിച്ചുപോയവരുടെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് എത്തിക്കാമെന്ന ഒരു കാരണവശാലും നമുക്ക് ദൈവത്തിൻ്റെ വചനം അത് അനുവദിക്കുന്നില്ല. കാരണം അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് പ്രാപിക്കാൻ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അപ്പോസ്തോലിക ഉപദേശം കേൾക്കണം. ഈ അപ്പോസ്തല പ്രവൃത്തി 2:37 വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ന് ഏകദേശം 3000-ഓളം പേർ സ്നാനമേറ്റ് അപ്പോസ്തോലന്മാരോട് ചേർന്നു. അവർ പെരുന്നാളിന് വന്നവരാണ്, പക്ഷെങ്കിൽ ആ സ്നാനപ്പെട്ടവർ അപ്പോസ്തോലന്മാരോട് ചേർന്നു എന്നുള്ളത് വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. അങ്ങനെ അപ്പോസ്തോലന്മാരോട് ചേർന്ന് അപ്പോസ്തോലിക ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥനയും അപ്പം നുറുക്കും നടത്തിയവരെ ആണ് രക്ഷിക്കപ്പെടുന്നവരുടെ ലിസ്റ്റിനകത്ത്. ഇത്രയും ഗുണങ്ങളുള്ളവരാണ് രക്ഷിക്കപ്പെടുന്നവർ.
അപ്പോൾ അവരെയാണ് കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സഭ എന്ന് പറയുന്നത് ഇത്രയും ഉപദേശങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നതാണ് കർത്താവിൻ്റെ സഭ. അത് താങ്കൾ കൂടുന്ന സഭയ്ക്കകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയും. ഇല്ല എങ്കിൽ നാം ഈ വിഷയത്തെക്കുറിച്ച് വളരെ പ്രാർത്ഥിച്ച് നാം കർത്താവിൻ്റെ ഉപദേശത്തിൽ സഭയിൽ നാം പ്രവേശിച്ചാൽ നിശ്ചയമായും ലജ്ജിച്ചു പോകത്തില്ല, ദുഃഖിക്കേണ്ടി വരത്തില്ല. ഒരുങ്ങിയ 3 കൂട്ടരെ കർത്താവ് തള്ളിക്കളഞ്ഞതായി ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ നാം ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് ഈ വചനം കേട്ട ആരും കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെട്ടു പോകാതിരിക്കുവാൻ, എടുക്കപ്പെടുവാൻ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.